വെൽക്കം ടു മിക്സഡ് മാജിക്. മിക്സഡ് മാജിക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇതിലേക്ക് നമുക്ക് എല്ലാ ബിരിയാണിയിലും വേണ്ട പോലെ തന്നെ ഉള്ളി വറുത്തത് വേണം. അതിലേക്ക് വേണ്ടി ഞാൻ 4 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഈ ഉള്ളി വഴന്ന് വരേണ്ട സമയം മാത്രമേ ഉള്ളൂ കേട്ടോ, ഇതിലൊരു താമസം, വേറെ ഒരു താമസവുമില്ല. ഹൈദരാബാദ് ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ ആദ്യം ഓടി വരുന്നത് പാരഡൈസ് ആവും അല്ലേ. ഞാനിന്ന് ഉണ്ടാക്കിയേക്കുന്നത് പാരഡൈസ് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഉള്ളി ഇവിടെ ഇരുന്ന് വഴരട്ടെ. നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ വേണം. ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു ഉണ്ട വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി നന്നായി ചതച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി റെഡിയായി. ഉള്ളി ഒരു ബ്രൗൺ കളർ ആവേണ്ട, ഏകദേശം ഒരു ഗോൾഡൻ യെല്ലോ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനിയെല്ലാം ഈസിയാണ്. നമ്മൾ ബിരിയാണി വെക്കാനായിട്ട് എടുത്തു വെച്ചേക്കുന്ന വലിയ പാത്രമില്ലേ, അതിലേക്ക് തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന 1 കിലോ ചിക്കനാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഒരു ചെറിയ പോർഷൻ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം അതിനകത്തോട്ട് ഇടാവുന്നതാണ്. ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാവുന്നതാണ്. ഈ ചിക്കൻ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് ഇത്രയും സോഫ്റ്റാക്കി എടുക്കുന്നത്. സമയമില്ല എങ്കിലും പീസസ് ചെറുതാക്കിയാൽ മതിയാവും. ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാവുന്നതാണ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ ചേർത്ത എന്തൊക്കെയാണ്? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇത്ര പൊടികളേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഷാജീരമാണ്. ഷാജീരം കടയിലൊക്കെ കിട്ടും, അത് നല്ലൊരു മണമുള്ള സംഭവമാണ്. ഇനി വേണ്ടത് 2 ബേ ലീഫ്, 2-3 പട്ട, ഒരു 7-8 ഏലയ്ക്ക. ഇത്ര സാധനങ്ങളും കൂടെ വേണം. ഇവയെല്ലാം ഇട്ട ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ഉള്ളിയുടെ ഒരു 1/4 പോർഷനും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന പുതിനയില, മല്ലിയില, അതിൻ്റെയൊക്കെ ഒരു 1/4 പോർഷൻ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു നാരങ്ങയും ആവശ്യമുണ്ട്. നമ്മൾ ഈ ബിരിയാണിയിൽ തക്കാളി ചേർക്കുന്നില്ല. ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു 1.5 ബൗൾ തൈര് ആഡ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കൈ വെച്ച് നല്ല വൃത്തിയാണ് കുഴച്ചെടുക്കണം. നല്ല വൃത്തിയാണ്. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ നീറുമെങ്കിൽ നമുക്കൊരു ഗ്ലൗസ് യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് ആ ചിക്കനിലൊക്കെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം നന്നായിട്ട് പിടിച്ചു വരണം. അതൊരു 5 മിനിറ്റ് എടുത്ത് നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി എടുക്കണം. ഇങ്ങനെ കുഴച്ചെടുത്ത ചിക്കൻ നമുക്ക് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. രാത്രി ചെയ്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാത്രി ചെയ്ത് വെച്ചാൽ നമുക്ക് രാവിലെ ബിരിയാണി ഉണ്ടാക്കാം, നല്ല സൂപ്പർ ബിരിയാണി. അങ്ങനെയാണ് ശരിക്കും ഹൈദരാബാദി ബിരിയാണി ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് സമയമില്ല വെച്ചാൽ ചിക്കൻ പീസസ് ചെറുതാക്കണം. അതുപോലെ തന്നെ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ അടച്ചു വെച്ചിരുന്നാലും മതിയാവും. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് കുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കഴുകി കുതിരാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ വെക്കാം. 1/2 മണിക്കൂർ മതിയാവും. ഞാനിപ്പോൾ അതെടുത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ ചോറ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 ലിറ്റർ വെള്ളം എടുക്കാം. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മുടെ ചോറ് വേവാൻ പാകത്തിനുള്ള വെള്ളം, അത്രയേ ഉള്ളൂ. ഇതിലേക്ക് നമുക്കിനി സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഷാജീര, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നതിൻ്റെ ബാക്കി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 7-8 ഗ്രാമ്പൂ, 2 പീസ് പട്ട, ഒരു ബേ ലീഫ്, 1-2 ബേ ലീഫ്. ഇതെല്ലാം കൂടെ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് ചോറിന് ആവശ്യമായ ഉപ്പും ആഡ് ചെയ്യാവുന്നതാണ്. ഉപ്പ് ഒരൽപ്പം മുന്നോട്ട് നിൽക്കണം.
കൂടെ തന്നെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ നെയ്യും ചേർക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കാം. തിളച്ചു തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിനി അരി ഇടാവുന്നതാണ്. അരിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ വേവാണ്. മുക്കാൽ വേവാകുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. നമ്മൾ കഴിച്ചു നോക്കുമ്പം വെന്തിട്ടിരിക്കണം, എന്നാൽ കുഴഞ്ഞു പോകാൻ പാടില്ല. ഇതാണ് പരുവം. ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുക്കാം. അരി അപ്പോൾ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ നേരത്തെ തന്നെ നമ്മളെടുത്ത് വെളി വയ്ക്കാൻ മറക്കരുത് ഫ്രിഡ്ജിൽ നിന്ന്. വേവിച്ച ചോറ് നമുക്കിനി ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ വേവുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട, നല്ല സൂപ്പറായിട്ട് വെന്തും കിട്ടും, അതോടൊപ്പം തന്നെ നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. ശേഷം 2 പിഞ്ച് ഗരം മസാല ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നതിൻ്റെ ബാക്കി വന്ന ഉള്ളി, മല്ലിയില, പുതിനയില എല്ലാം കൂടെ വെച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 3 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഒരു ഫോയിൽ പേപ്പർ ഇതിന് മുകളിലായിട്ട് വെച്ച് അടപ്പടച്ച് നമുക്ക് ദം ചെയ്യാവുന്നതാണ്. വക്കുള്ള അടപ്പാണെങ്കിൽ ഏറ്റവും അടിപൊളി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ല, നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. ഒരു വെയിറ്റ് കൂടി മുകളിൽ വെച്ചാൽ സംഭവം പൊളിയായി. ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു 3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിം, ശേഷം ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും. അപ്പം തന്നെ തുറന്ന് കളയരുത്. ശേഷം ഒരു 20 മിനിറ്റും കൂടെ അതേ കണക്ക് വെച്ചേക്കുക. അതിനുശേഷം തുറക്കാൻ പാടുള്ളൂ. അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ മുകളിൽ ഒരു വാഴയിലയും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും എൻ്റെ കയ്യിലില്ലായിരുന്നു, അതാ വെക്കാഞ്ഞത്. അപ്പോൾ ഓപ്പൺ ചെയ്യാം. ഇനി സൂപ്പറായിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നു റൈസ്. നമുക്ക് ചിക്കൻ്റെ ഇതൊക്കെ നോക്കാം. ചിക്കനും പീസൊക്കെ നല്ല അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല വൃത്തിയാണ് വെന്ത് വന്നിട്ടുണ്ട്. റൈസൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മറക്കാതെ ഫോയിൽ പേപ്പർ വെക്കണം. ഫോയിൽ പേപ്പർ ഇല്ല വെച്ചാൽ വാഴയില വെക്കണം. അതും ഇല്ല എങ്കിൽ നല്ലൊരു വെയിറ്റ് വക്കുള്ള അടപ്പുണ്ടാച്ചാൽ നല്ലൊരു വെയിറ്റ് മുകളിൽ വെച്ചാലും റെഡിയായിട്ട് കിട്ടും. നിങ്ങളെല്ലാവരും ഈ ബിരിയാണി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സംഭവം സൂപ്പറാണ്, ഈസിയാണ്, സ്റ്റെപ്സൊക്കെ വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.